Good afternoon, everyone. A warm welcome to our Malayalam storytelling competition. We are honored to welcome our respected Vice Principal, Reverend Father Noel Matthew, and our esteemed judges, Ma'am Divya, Ma'am Jinsha. Thank you for taking the time to be with us today. A special welcome to all our dear contestants. We wish you all the very best. Thank you. Let's begin the competition. ഒരു ദിവസം ആ കാട്ടിൽ ഒരു മരം
ഉണ്ടായിരുന്നു. ആ മരപ്പെട്ടിക്കാട് നല്ല നല്ല പാങ്ങളൊക്കെ വെട്ടാൻ തുടങ്ങി. ആ ഭംഗിയില്ലാത്ത മരം ചുട്ടിയിലെല്ലാം എല്ലാ പാങ്ങളും വെട്ടി. അപ്പൊ ഭംഗിയില്ലാത്ത മരത്തെ പേര് വരും. അയാൾ ആ മരം വെട്ടിയിട്ട് താഴെ മേലെ നോക്കി പറഞ്ഞു, ഓ ഇതിന് കാണാട്ട് ഭംഗിയില്ല, നിങ്ങൾക്കോട്ട് പൊക്കില്ല, ഞാൻ എന്ത് ചെയ്യാനാ? അയാൾ ആ മരം വെട്ടാണ്ട് പോയി. അപ്പൊ ബോധം രക്ഷപ്പെട്ടു. തനിക്ക് പൊക്കും ഭംഗിയില്ലാത്തത് കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടത് എന്നാൽ മത്തിന് മനസ്സിലായി. നമ്മൾ കടന്നു പോണ ഈ സാഹചര്യം എത്ര മോശമാണെങ്കിൽ നല്ലതേ മാറ്റും. ഇന്ന് ഞാനിവിടെ പറയാൻ പോണ കഥ കുഞ്ഞുമൊയിലും അണ്ണാനും. ഒരു കാട്ടിൽ ഒരു കുഞ്ഞുമൊയിലും അണ്ണാനും ഉണ്ടായിരുന്നു. അവർ ഭയങ്കര കൂട്ടുകാരായിരുന്നു. അവർ ഒരുമിച്ച് കളിക്കുകയും ഓടുകയും പഴങ്ങൾ തിന്നുകയും ചെയ്തിരുന്നു. ഒരു ദിവസം അണ്ണാൻ പഴങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അപ്പോ അതിലൊരു പഴം നിലത്ത് വീണു. അത് കണ്ട മുയൽ അത് അണ്ണാൻ എടുത്തു കൊടുത്തു. എന്നിട്ട് അണ്ണാൻ സന്തോഷത്തോടെ നന്ദി കൂട്ടുകാരാ. എന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എന്നിട്ട് കുഞ്ഞു മുയലും അണ്ണാനും കളിക്കാൻ തുടങ്ങി. അപ്പൊ കുഞ്ഞു മുയലൊരു കുഴിയിൽ വീണു. അപ്പോ എനിക്ക് കയറാൻ സാധിച്ചിരുന്നില്ല. അപ്പോ അണ്ണാൻ ഒരു വടി എടുത്ത് കുഴിയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോ കുഞ്ഞു മുയൽ അതിൽ പിടിച്ച് കയറി വന്നു. പിന്നെ സന്തോഷത്തോടെ കുഞ്ഞു മുയൽ നന്ദി പറഞ്ഞു. ഗുണപാഠം: നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നല്ലത് ചെയ്യും. നമസ്കാരം. ഞാനിവിടെ പറയുന്ന കഥ ഒരു സിംഹത്തിൻ്റെയും ഒരു എലിൻ്റെയും കഥയാണ്. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. കാട്ടിൽ അപ്പോൾ ഒരു മരച്ചോട്ടിൽ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു എലി അവനെ പുറത്ത് ഓടിക്കളിച്ചു. സിംഹത്തിന് ദേഷ്യം വന്നു. എലിയെ പിടിച്ചു. അപ്പോൾ എലി പറഞ്ഞു, രാജാവേ രാജാവേ, എന്നെ ഒന്നും ഉണ്ടായിരിക്കുമ്പോൾ ഒരു ദിവസം നിങ്ങളെ ഞാൻ സഹായിക്കാം. അപ്പോൾ സിംഹം പറഞ്ഞു. സിംഹത്തിന് ചിരി വന്നു. പിന്നെ അപ്പോൾ സിംഹം പറഞ്ഞു, ഇത്ര ചെറിയവനാണ് എന്നെ സഹായിക്കുന്നത്. അപ്പോൾ എലിനെ വിട്ടയച്ചു. കുറേ ദിവസത്തിന് ശേഷം ഒരു വേട്ടക്കാരൻ്റെ വലയിൽ സിംഹം കുടുങ്ങി. സിംഹം അലറി. അപ്പോൾ ഇത് കേട്ട ശബ്ദത്തിൽ ഓടി വന്നു. അവൻ്റെ മൂർച്ചുള്ള പല്ലുകൾ കൊണ്ട് അവൾ എന്നെ കടിച്ചു കയറി. സിംഹത്തിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ അവർ രണ്ടാളും നല്ല സുഹൃത്തുക്കളായി. നന്ദി. നമസ്കാരം. എൻ്റെ പേര് നിഹാര. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് കാണാതായ പഴം. ഒരു ദിവസം ഒരു കുഞ്ഞണ്ണന് ഒരു ചുവന്ന പഴം കിട്ടി. അണ്ണൻ സന്തോഷത്തോടെ പറഞ്ഞു, എന്ത് ഭംഗിയുള്ള പഴം, ഇത് ഞാൻ പിന്നെ കഴിക്കാം. അണ്ണൻ ആ ചുവന്ന പഴം ഒരു
ചിരിച്ചു. അണ്ണ നാണിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം കൂട്ടുകാരെ, സത്യം മനസ്സിലാക്കാതെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി. ഈ കഥയുടെ ഗുണപാഠം: സത്യം മനസ്സിലാകാതെ ആരെയും കുറ്റപ്പെടുത്തരുത്. നന്ദി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയാണ് അമ്മയാടും കുഞ്ഞുങ്ങളും. പണ്ടുപണ്ടൊരു ഗ്രാമത്തിൽ ഒരമ്മയാടും 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മ തീറ്റ തേടാൻ പോവുകയായിരുന്നു. അമ്മ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്, ഞാൻ വന്ന് വിളിച്ചാൽ മാത്രം വാതിൽ തുറന്നാൽ മതി. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മയാണെന്ന് എങ്ങനെ തിരിച്ചറിയും? ഞാൻ വന്നൊരു പാട്ട് പാടാം, അത് കേട്ട് നിങ്ങൾ വാതിൽ തുറന്നാൽ മതി. പുന്നാര മക്കളെ, പുന്നാര മക്കളെ, വാതിൽ തുറക്കുവിൻ, വാതിൽ തുറക്കുവിൻ. ഇങ്ങനെ പാടിക്കൊണ്ടമ്മ തീറ്റ തേടാൻ പോയി. ഇതെല്ലാം കേട്ടുകൊണ്ട് വീട്ടിലെത്തും. വലിയ നാമത്തിൽ താഴെ കുറ്റം കേട്ടുണ്ടായിരുന്നു. അമ്മ പോയി കുറച്ച് രക്ഷപ്പെടുത്താൻ വന്ന് പാടി, പുന്നാര മക്കളെ, പുന്നാര മക്കളെ, വാതിൽ തുറക്കുവിൻ, വാതിൽ തുറക്കുവിൻ. കുഞ്ഞുങ്ങൾ വാതിൽ തുറക്കുമ്പോൾ കുറുക്കൻ കന്ന് ചീത്തറിയിടാൻ തുടങ്ങി. കുറുക്കൻ കുഞ്ഞുങ്ങളെ പിടിച്ചു വിഴുങ്ങി ദൂരെ ഓടിപ്പോയി. കൈനിറെ പല കാര്യങ്ങളുമായി അമ്മ വന്ന് നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. അമ്മയ്ക്ക് മനസ്സിലായി, എന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് കുറുക്കാനാണ്. അമ്മ കുറുക്കൻ്റെ സ്ഥലത്തേക്ക് ഓടിപ്പോയി. കുറുക്കൻ അമ്മയെ കണ്ട് ഓടാൻ തുടങ്ങി. അമ്മ കുറുക്കൻ്റെ വയറ് ഒറ്റ കൊന്നു. കുറുക്കൻ്റെ വയറ് പൊളിഞ്ഞു. കുഞ്ഞിനെ രക്ഷിച്ച് ഓടിപ്പോയി. കൂട്ടുകാരെ, ഏതാപത്തിൽ നമ്മെ രക്ഷിച്ചാൽ മാതാപിതാക്കൾ കൂടി. നന്ദി. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമാണോ? ഞാൻ ആനൊരു കഥ പറയാം. കഥയുടെ പേരാണ് കാളകളും സിംഹവും. ഒരിടത്ത് 4 കാളകളുണ്ടായിരുന്നു. നല്ല കൂട്ടുകാരായിരുന്നു. ഒരു പുല്ല് വേയുന്നതും വിശ്രമിക്കുന്നതും ഒരുമിച്ചായിരുന്നു. ഒരു ദിവസം ഒരു വിശന്ന വളർന്ന സിംഹം അവരെ കണ്ടു. ആ സിംഹം ആക്രമിക്കാൻ വന്നു. 4 കാളകളും സിംഹത്തിനെ ഓടിച്ചു. ഒരു ദിവസം 4 കാളകളും അടികൂടി പിരിഞ്ഞു. ആ തക്കം നോക്കി ആ സിംഹം ഓരോ കാളയെ കൊന്നു ഭക്ഷിച്ചു. പാവം കാളകൾ ഒരുമിച്ച് നിന്നിട്ട് സംഭവിക്കില്ലായിരുന്നു. കൂട്ടുകാരെ, ഇത് ഗുണമാണ്. ഐക്യമത്യം മഹാബലം. നന്ദി. നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് അനാരക്കണ്ണ് പറ്റിയ അമലെ. ഒരു ദിവസം രാവിലെ അനാരക്കണ്ണൻ ഉറങ്ങിയപ്പോൾ അവന്റെ പുറത്തുള്ള 3 വരകള് കാണാനില്ല. അവൻ കരയാൻ തുടങ്ങി. അവന്റെ കരച്ചിൽ കേട്ടു ഒരു തത്തമ്മ പറന്നു വന്നു, അനാരക്കണ്ണ, അനാരക്കണ്ണ, എന്തിനാ കരയുന്നത്? എന്റെ പുറത്തുള്ള 3 വരകള് കാണാനില്ല. ആരോ കട്ട് കൊണ്ടുപോയി. നീ കണ്ടോ? ഞാൻ കണ്ടില്ല. നമുക്ക് അന്വേഷിക്കാം. 2 പേരും നടക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു മുള്ളപ്പന്നിനെ കണ്ടു. അനാരക്കണ്ണ, അനാരക്കണ്ണ, എന്തിനാ കരയുന്നത്? എന്റെ പുറത്തുള്ള 3 വരകള് കാണാനില്ല. ആരോ കട്ട് കൊണ്ടുപോയി. നീ കണ്ടോ? ഞാൻ കണ്ടില്ല. നമുക്ക് അന്വേഷിക്കാം. 3 പേര് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു കോയമ്മനെ കണ്ടു. അനാരക്കണ്ണ, അനാരക്കണ്ണ, എന്തിനാ കരയുന്നത്? എന്റെ പുറത്തുള്ള 3 വരകള് കാണാനില്ല. ആരോ കട്ട് കൊണ്ടുപോയി. നീ കണ്ടോ? അടിക്കേറ്റ് കോയമ്മ പൊട്ടിച്ചിരിച്ചു. എന്താണോ നീ കരയുന്നത്? ഇന്നലെ നീ എവിടെയാ ഉറങ്ങിയത്? ഞാൻ ചായ ഊറ്റി വെച്ച കൂടിയിലാണ് ഉറങ്ങിയത്. നാളെ മാറി നിന്ന് ശരീരമാക്കി കുടഞ്ഞു നോക്ക്. അനാരക്കണ്ണ വന്നിട്ട് ശരീരമാക്കി കുടഞ്ഞു. അപ്പോൾ അതാ ചാര മുഴുവൻ താഴെ വീണപ്പോൾ
അവന്റെ പുറത്തുള്ള 3 വരകൾ കാണാൻ തുടങ്ങി. അന്നാലേക്കൊന്ന് കോഴി അവനെ കുറിച്ച് പറഞ്ഞതിന് ചോദിച്ചു. സാരമില്ല കൂട്ടുകാരാ, ഒരു അപകടം എല്ലാവർക്കും പറ്റും. നന്ദി. ഒരു പട്ടി ഒരു കാക്കി ഉണ്ടായിരുന്നു. ആ കാക്ക കാക്കയ്ക്ക് ദാഹിച്ചു. ചുറ്റും നോക്കി എന്നിട്ട് വരില്ല. ഒന്നുകൂടി നോക്കി, കണ്ടില്ല. ദൂരെ വീട്ടിൽ ഒരു കുളം കണ്ടു. കാക്ക ആ കുളത്തിനകത്ത് ചേർന്ന് പോയി. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. കാക്ക മുറ്റത്തെ ഓരോ കല്ലെടുത്തിട്ട് പതിയെ വന്നു. കാക്ക മാറിന് വേറെ വെള്ളം കുടിച്ചു. മറ്റൊരു വന്നിട്ട് കുടിച്ചു. നമസ്കാരം, ഞാൻ ഇതാണ് ഷിയസ്. കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സിംഹവും എലിയും. ഒരു ദിവസം ഒരു സിംഹം ഒരു മരത്തിൽ താഴെ കിടന്നുറങ്ങുകയായിരുന്നു. ഒരു എലി ഓടി വന്ന് സിംഹത്തിന്റെ മേലിരുന്നു. സിംഹം ഒന്നനങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് താൻ ഇരിക്കുന്നത് സിംഹത്തിന്റെ മേലെയാണെന്ന്. എലി ചാടി ഇറങ്ങി. എലി ഓടാൻ തുടങ്ങുമ്പോഴേക്കും സിംഹം അതിന്റെ വായിൽ പിടികൂടി. സിംഹം അതിനെ കൊല്ലാനായിരുന്നു വിചാരിച്ചത്. എലി പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു, മൃതരാജാവേ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെയാണ് നോർക്കം കളഞ്ഞത്. അപ്പോൾ സിംഹം ആ എലിയെ വെറുതെ വിട്ടു. ഒരു ദിവസം സിംഹം കാട്ടിൽ കൂടെ നടക്കുകയായിരുന്നു. ഒരു വേട്ടക്കാരൻ ഉണ്ടാക്കിയ കണിയിൽ സിംഹം വന്നു വീണു. സിംഹത്തിന് രക്ഷപ്പെടാൻ കിട്ടിയില്ല. സിംഹം ഗർജിച്ചു. എലി സിംഹത്തിന്റെ ഗർജനം കേട്ട് ഓടി ചെന്ന് എലി സിംഹത്തോട് പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ രക്ഷിക്കാം. സിംഹം അനങ്ങാതെ കടന്നു. എലി ആ വലയെ കടിച്ചു മുറിച്ച് സിംഹത്തെ രക്ഷപ്പെടുത്തി. സിംഹം എലിയോട് നന്ദി പറഞ്ഞു. അപ്പോഴാണ് സിംഹത്തിന് മനസ്സിലായത്, ഞാനന്ന് വിടാത്ത എലിയാണ് ഇന്ന് എന്നെ രക്ഷിച്ചത്. കൂട്ടുകാരെ, ഇതെനിക്ക് എന്താ മനസ്സിലായത്? നിസാരനെന്നോ ബലഹീനനെന്നോ ചിന്തിച്ച് ആരെയും നിന്ദിക്കരുത്. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വിത്തുവും ചിഹ്നം. ഒരു മരത്തിൽ വിത്തു പറഞ്ഞ പച്ചത്തത്തി ഉണ്ടാകുന്നു. വിത്തുവിന് കൂട്ടുകാർ ആരും ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും സങ്കടപ്പെട്ടിരുന്നു. ഒരു ദിവസം ആ മരച്ചോട്ടിൽ ചിന്നു പറഞ്ഞതും അണ്ണാനെ കാണാൻ വന്നു. ചിന്നുവിൻ്റെ നല്ലൊരു പഴമുണ്ടാകുന്നു. ചിന്നു അത് അകുരി മുറിച്ച് മിത്തുവിന് കൊടുത്തു. മിത്തുവിന് ഒത്തിരി സന്തോഷമായി. അവർ രണ്ടുപേരും അത് പങ്കുവെച്ച് കഴിച്ചു. അന്ന് മുതൽ അവർ നല്ല കൂട്ടുകാരായി. പിന്നെ എപ്പോഴും ഒരുമിച്ചാകും കളി. ഒരു ദിവസം പെട്ടെന്ന് നല്ല മഴ പെയ്തു. ചിന്നു തണുത്ത് വയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ട മിട്ടു വേഗം പറന്നു വന്നു. മിട്ടുവിൻ്റെ ചിറകുകൾ ചിന്നുവിന് കൂടെ ആയിപ്പിച്ചു കൊടുത്തു. ചിന്നു സന്തോഷത്തോടെ മിട്ടുവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ എന്താ മനസ്സിലായത്? ഉള്ളത് പങ്കുവയ്ക്കുകയും അവർക്ക് സഹായിക്കുകയും ചെയ്യുന്നവരാണ്
എല്ലാ കൂട്ടുകാർ താങ്ക് യു. കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അമ്മക്കോഴി തീറ്റ തേടി നടക്കുമ്പോൾ കുഞ്ഞക്കോഴി കളിച്ച് കുഞ്ഞക്കോഴി കോഴീനെ ഒളിപ്പിച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞക്കോഴി മഴ പോയപ്പോൾ സന്തോഷത്തോടെ കളിച്ചു. വേണം അമ്മയുടെ സ്നേഹം. ഹായ് കൂട്ടുകാരെ, അത്യാധരിയായ ഋഷിക്കാരോട് പറ്റിയ അമ്മനെ എന്താണ് അറിയണ്ടേ? അന്നാൾ ഈ കഥ കേട്ടോളൂ. ഈ കഥയുടെ പേരാണ് സ്വർണ്ണമൊട്ടിയിടുന്ന താറാവ്. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു ഋഷിക്കാരൻ ഉണ്ടായിരുന്നു. അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അവരെപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം ഋഷിക്കാരൻ ഒരു വെളുത്ത താറാവിനെ മേടിച്ചു. അടുത്ത ദിവസം ആ താറാവിനെ കൂട്ടി പോയി നോക്കിയപ്പോൾ ഒരു സ്വർണ്ണ മുട്ട കണ്ടു. അതെടുത്ത് അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. ആ താറാവ് എപ്പോഴും മുട്ടയിട്ടുകൊണ്ടിരുന്നു. ഋഷിക്കാരൻ വലിയ പണക്കാരനായി. അപ്പോൾ ഋഷിക്കാരൻ ചിന്തിച്ചു, ഈ താറാവിനെ വയറ്റിൽ എന്തോ സ്വർണ്ണമുട്ട ഉണ്ടാവും, അതെടുക്കണം. ഉടനെ ഒരു വലിയ കത്തി എടുത്ത് താറാവിന്റെ വയറ് കീറി കളഞ്ഞു. താറാവിനെ കൊന്നു കളഞ്ഞു. പക്ഷെ ഒരു മുട്ടയും പോലെ ഉണ്ടായിരുന്നില്ല. ഋഷിക്കാരന് പറ്റിയ അമ്മളി എന്താണ് ഓർത്ത് അയാൾ സങ്കടപ്പെട്ടു. ഈ കഥയുടെ പാഠം എന്താണെന്നോ? അത്യാകരം ആപത്ത്. നന്ദി. ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് ദാഹിച്ച കാക്ക. ഒരു കാക്ക പറന്നു പോകുമ്പോൾ ദാഹിച്ചു. കാക്ക ചുറ്റും നോക്കി, എന്നിട്ടും കിട്ടിയില്ല. കുറെ പറന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പം ഒരു വീടിൻ്റെ അടുത്ത് ഒരു കുളം ഇരിക്കണ കണ്ടു. കാക്ക സന്തോഷത്തോടെ അടുത്തോട്ട് പോയി. നോക്കിയപ്പോൾ അതിൽ കുറച്ച് വെള്ളമാണ്. കാക്ക വിഷമിച്ച് എന്ത് ചെയ്യും? കാക്ക കുറെ കല്ലെടുത്ത് അതിലോട്ട് കുറെ വെള്ളപ്പൊങ്ങി. കാക്ക കുടിച്ചോട്ട് മനസ്സുള്ളിന് മാറുക. നമസ്കാരം, ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥയാണ് ശക്തിയെ ബുദ്ധി കൊണ്ട് മറികടന്ന ബുദ്ധിമാനായ മുയലിന്റെയും ക്രൂരനുമായ സിംഹത്തിന്റെയും കഥ. കഥയുടെ പേരാണ് ബുദ്ധിമാനായ മുയൽ. പണ്ട് ഒരു കാട്ടിൽ ക്രൂരനും ദുഷ്ടനുമായ സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹം കാട്ടിലെ മൃഗങ്ങളെ കൂട്ടത്തോടെ പിടിച്ച് ആക്രമിച്ച് തിന്നുമായിരുന്നു. മൃഗങ്ങൾ പേടിച്ചുറിച്ച മൃഗങ്ങൾ സിംഹത്തോട് പറഞ്ഞു, രാജാവേ ഞാൻ നിങ്ങളുടെ ഗുഹയിലോട്ട് വരാം ഓരോരുത്തരായിട്ട്. അപ്പോൾ സിംഹം അത് സമയം
അപ്പോഴാണ് ആ കിണറിൻ്റെ അടുത്ത് എത്തിയത്. ആ കിണറിൽ എവിടെ സിംഹമെന്ന് ആ സിംഹം ചോദിച്ചു. അപ്പോൾ ആ സിംഹം കിണറ്റിലോട്ട് നോക്കിയ സിംഹം ആ സിംഹത്തെ സ്വന്തം പ്രതിമ കണ്ടു. അപ്പോഴാണ് സിംഹം ബഹുമാനപ്പെട്ട അധ്യാപകനെ, കൂട്ടുകാരെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥ കുറുക്കനും മുന്തിരി. ഒരിടത്ത് ഒരു കുറുക്കൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു മുന്തിരി വള്ളിയിൽ കുറേ പഴുത്ത മുന്തിരിപ്പഴങ്ങൾ കണ്ടു. അപ്പോൾ ഈ കുറുക്കൻ വിചാരിച്ചു എനിക്ക് കഴിക്കണമെന്ന്. എന്നെ വിചാരിച്ചുകൊണ്ട് കുറുക്കൻ ചാടിയത് പഠിക്കാൻ നോക്കി. അത് കിട്ടിയില്ല. കുറുക്കൻ വെറുതെ ചാടി. എന്നിട്ട് കുറുക്കൻ അത് കിട്ടിയില്ല. എന്നിട്ട് ഈ കുറുക്കൻ പറഞ്ഞു, എനിക്ക് മുന്തിരിപ്പഴം വേണം. അത് കുറുപ്പാണ് വേണം. കുറുക്കാണെന്ന് നടന്നുപോയി. കുറുക്കാടൻ കിട്ടാത്തതിന് കുറ്റം പറയരുത്. സത്യത്തും കിട്ടിയില്ലെങ്കിൽ അത് സത്യസന്ധമായി അംഗീകരിക്കണം. നന്ദി. നമസ്കാരം. എൻ്റെ ക്ലാസ് UKG. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മിഡാസ് രാജാവിൻ്റെ കഥയാണ്. ഒരിടത്ത് മിഡാസ് എന്നൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് 2 കാര്യങ്ങൾ ഇഷ്ടമായി. ഒരെണ്ണം തൻ്റെ മകൾ, രണ്ടാമത്തെ സ്വർണം. രാജാവിന് എത്ര സ്വർണം കിട്ടിയാലും മതിയാവില്ല. രാജാവ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ തൊടുന്നതെല്ലാം സ്വർണ്ണമാണ് പ്രാർത്ഥിച്ചു ദൈവത്തിനോട്. ദൈവം ആ വരം കൊടുത്തു. രാജാവ് കല്ലിൽ തൊട്ടു, അതും സ്വർണ്ണായി. പൂക്കളിൽ തൊട്ടു, അതും സ്വർണ്ണായി. ചെടികളിൽ തൊട്ടു, അതും സ്വർണ്ണായി. രാജാവിന് ഭയങ്കര ഇഷ്ടമായി. കഴിക്കാൻ ആഹാരത്തിൽ തൊട്ടു, അതും സ്വർണ്ണായി. കുടിക്കാൻ വെള്ളം തൊട്ടു, അതും സ്വർണ്ണായി. രാജാവിന് തെറ്റ് മനസ്സിലായി. രാജാവിൻ്റെ മകൾ അച്ഛ വന്നു. രാജാവ് മകളെ തൊട്ടു, മകളും സ്വർണ്ണപ്രതിമയായി മാറി. രാജാവിന് ഭയങ്കര വിഷമായി. ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് വരം വേണ്ട പ്രാർത്ഥിച്ചു. നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിംഹവും കാളകളും. ഒരു കാട്ടില് ഒരു സിംഹവും 4 കാളകളും ഉണ്ടായിരുന്നു. അവർ 4 കാളകളും കൂട്ടുകാരായിരുന്നു. അപ്പൊ അവര് ഒരുമിച്ച് കളിക്കുള്ളൂ, കഴിക്കുള്ളൂ, എല്ലാം ചെയ്തു. അവര് വിശന്ന് വന്ന സിംഹം ആ 4 കാളകളെ തിന്നാൻ നോക്കി. ഒരെണ്ണം കൊണ്ടിട്ട് സിംഹം കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ 4 കാളകളും പിരിഞ്ഞു. ആ 4 കാളകളിലും ഒന്നെണ്ണമായിട്ട് സിംഹം തിന്നു. അന്ന് അത് ഇന്നെന്താ മനസ്സിലായേ? ഒരുമിച്ചിരുന്നാൽ തുറച്ച് ഓട്ടിക്കാലോ. താങ്ക് യു. ഒരു കാട്ടെ കുഞ്ഞു മാങ്ങൂട്ടി ഉണ്ടായിരുന്നു. ആ മാങ്ങൂട്ടി അമ്മയോട് തലയെടുത്ത് വെള്ളം കുടിക്കാൻ പോയി. അവൾക്ക് ആ തലയാട് ഇഷ്ടപ്പെട്ടു. തലയാട് വെള്ളം കുടിച്ച് അവന് വീട്ടിൽ. ഒരു ദിവസം ആരില്ല. അപ്പൊ അവൻ തലയാടി എത്തി. വെള്ളം കുടിച്ചു. അവൻ താഴെ വീണു. വലിയ വർഷത്തിന് ഒന്നും വിളിച്ചു. നമുക്കൊരു കഥ കേട്ടാലോ? എലിയും കാളയും.
അതൊരു ഉഷ്ണനത്ത ദിവസമായിരുന്നു. ഒരു മരച്ചോട്ടിൽ ഒരു കാള സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. അപ്പോ കാളയുടെ ഒച്ച ഒരുപാട് ഒച്ചത്തിലായിരുന്നു. അതുവഴി പോയ കുഞ്ഞിക്ക് കാളക്കുട്ടൻ്റെ ഉച്ചത്തിലുള്ള കൂർക്കമ്പല് കേൾക്കാൻ പറ്റിയിരുന്നു. അപ്പോ കുഞ്ഞലിക്ക് കൗതുകമായി. അപ്പൊ കുഞ്ഞലി പതുക്കെ കാളക്കുട്ടൻ്റെ മൂക്കിൽ കയറി. എന്നിട്ട് ഒരു രോമം പിരിത്തെടുത്തു. അപ്പോ കാളക്കുട്ടൻ ചാടി എണീറ്റ് ചോദിച്ചു, ആരാണ് എൻ്റെ ഉറക്കം കളഞ്ഞത്? അപ്പോ കുഞ്ഞലി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം കാളച്ചേട്ടാ, ഞാൻ അങ്ങനെ ഉറക്കം കളയാണെന്ന് വിചാരിച്ചില്ല. അപ്പോ കാള അത് കേട്ട് കുഞ്ഞലിനെ ഓടിക്കാൻ തുടങ്ങി. കുഞ്ഞലി ഓടി ഒരു മതിലിന്റെ മാളത്തിൽ ഒളിച്ചിരുന്നു. അപ്പൊ കാളക്കുട്ടൻ മതിലിന് ഇടിക്കാൻ തുടങ്ങി. അപ്പോ കാള ഇങ്ങനെ പറഞ്ഞു, അടവൃത്തിക്കേട്ടേലേ, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അപ്പോ കുഞ്ഞലി കാളക്കുട്ടൻ വീണ്ടും മതിലിടിക്കാൻ തുടങ്ങി. അപ്പോ കാളമത്തി ഒരു മരംവെട്ടുകാരൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു മരം വെട്ടുകായിരുന്നു. അപ്പൊ കോടാലി കയ്യിൽ നിന്ന് തെന്നിപ്പോയി. അപ്പൊ അയാൾ വിഷമിച്ചു. ആ ശബ്ദം കേട്ട് വെള്ളത്തിന്റെ അടിയിൽ നിന്നൊരു മാലാഖ വന്നു. ആ മാലാഖ ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? അപ്പൊ പറഞ്ഞു, എന്റെ കോടാലി തെന്നിപ്പോയി, ഇനി എങ്ങനെ ഞാൻ എൻ്റെ കുടുംബത്തിന് നോക്കുന്നു പറഞ്ഞു. അപ്പൊ ദേവത പറഞ്ഞു, അപ്പൊ മാലാഖ പറഞ്ഞു, ഞാൻ നിന്റെ കോടാലി തിരിച്ചു കൊണ്ടുതരാം. അപ്പൊ പറഞ്ഞപ്പോ ആ മരംവെട്ടുകാരൻ കരച്ചെന്ന് കൊടുത്തു. അങ്ങനെ ദേവത വെള്ളത്തിന്റെ അടിയിലോട്ട് മുങ്ങി ആദ്യം തന്നെ ഒരു വെള്ളിക്കോടാലി കൊണ്ടുവന്നു. അതും എന്റെ എല്ലാവരും പറഞ്ഞു. പിന്നെ ഒരു സ്വർണ്ണക്കോടാലി കൊണ്ടുവന്നു. അതും എന്റെ എല്ലാവരും പറഞ്ഞു. പിന്നെ ഒരു മരത്തിന്റെ കോടാലി കൊണ്ടുവന്നു. അതെന്റെയാണെന്ന് പറഞ്ഞു. അപ്പൊ ദേവത പറഞ്ഞു, ഈ സത്യസന്ധനായിട്ടുള്ള എനിക്ക് 3 കോടാലികളും കൊണ്ടുപോവാ. വെള്ളിക്കോടാലിയും കൊണ്ടുപോവാ, സ്വർണ്ണക്കോടാലിയും കൊണ്ടുപോവാ, മരത്തിന്റെ കോടാലിയും കൊണ്ടുപോവാ. നന്ദി, നമസ്കാരം. കടയുടെ മുൻവാരം സത്യസന്ധമാണ് നല്ലത്. Good afternoon to one and all. It is my privilege to deliver the vote of thanks for today's Malayalam storytelling competition. First of all, I express my sincere gratitude to our respected Vice Principal for the guidance, encouragement and support in making this event possible. My heartfelt thanks to our respected judges for spending their valuable time with us and for encouraging our young storytellers with their thoughtful evaluations. I also thank all our teachers for their dedication and teamwork in organizing this wonderful competition. A big round of applause to all our lovely little participants for their confidence, creativity and a wonderful storytelling. You
all did amazing job. Finally, thank you to everyone who joined us and made this event memorable. Have a wonderful day.